നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് പിതൃദോഷത്തിനെ കുറിച്ചാണ്. അതായത് മരണാനന്തര ചടങ്ങുകൾ. കർക്കിടക വാവ് ബലി കഴിഞ്ഞതേ ഉള്ളൂ. പിതൃതർപ്പണം എല്ലാവരും പോയി ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് വരുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അതിനെക്കുറിച്ച് വിശദമായിട്ട് തന്നെ ഞാനൊന്ന് പറയാം. നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചോളൂ. ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് തിരിച്ചു വിളിക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. പിതൃദോഷങ്ങൾ വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? പ്രധാന ചോദ്യം അതാണ്. കാരണം പിതൃദോഷം കൊണ്ട് ഒരുപാട് പേര് ഒരുപാട് ദുരന്തങ്ങൾ, നമുക്ക് കിട്ടേണ്ടുന്ന ഭാഗ്യങ്ങൾ പോലും, അല്ലെങ്കിൽ നമ്മൾ സമ്പാദിച്ചു വെച്ചിരുന്ന നമ്മുടെ കഴിവുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത നമ്മുടെ ഭാഗ്യം, അത് ഒരാൾ നമ്മുടെ കുടുംബത്തിൽ ഒരാൾ മരിച്ചു പോയാൽ അത് ആ ആത്മാവ് നമുക്ക് ദോഷമായി വന്നാൽ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകും. അങ്ങനെയുള്ള ഒരുപാട് പേരുടെ അനുഭവങ്ങൾ എനിക്കുണ്ട്. ഞാൻ പോയി പരിഹരിച്ചു കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഈ നമ്മുടെ കുടുംബത്തിൽ ജീവിച്ചു പോകുന്ന ആൾക്കാർ നമുക്ക് ദോഷമായി വരുന്നത്, അതായത് പിതൃദോഷം എങ്ങനെ നമുക്കുണ്ടാകുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ആദ്യം പറയാം. ഇതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്നും ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്നതാണ്, എത്ര നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലോ, അല്ലെങ്കിൽ നമ്മൾ എത്ര നമ്മൾ പറഞ്ഞിട്ടും ഒരു കാര്യമില്ലാത്തൊരവസ്ഥയാണ്. കാരണം ഇതൊരു നിസ്സാരമായി കാണരുത്. മരിച്ചു പോയവരല്ലേ, അവർ മരിച്ചില്ല, ഇനി അവരെന്ത് ചെയ്യും? ഈ ഒരു മനോഭാവമാണ് പലർക്കും ഉണ്ടാകുന്നത്. അതായത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായി, എല്ലാവരുടെ വീട്ടിലും അല്ല കേട്ടോ, ഞാൻ ഈ പറയുന്ന മിക്ക ആൾക്കാരുടെ വീട്ടിലും ഒരു മരണം കഴിഞ്ഞാൽ, മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ബോഡി എടുക്കുന്നതിന് മുമ്പ്, അതായത് സംസ്കാരം നടത്തുന്നതിന് മുമ്പ് തന്നെ മദ്യപാനം ഒരുപാട് വീടുകളിൽ നടക്കാറുണ്ട്. അത് ഞാൻ ഇപ്പോഴും പറഞ്ഞു, ഈ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ കാര്യമല്ല പറയുന്നത്, മിക്ക സ്ഥലങ്ങളിലും മരിച്ചു കഴിഞ്ഞാൽ മദ്യം ഒഴിവാക്കാൻ പറ്റില്ല. പറയുന്നത് ചില ആൾക്കാർ വന്ന് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് മദ്യപിക്കുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും നമ്മുടെ കുടുംബത്തിൽ ഒരാൾ മരിച്ചു പോയാൽ 5-ന് 6-നോ നമ്മൾ കൃത്യമായി സഞ്ചാന്യം നടത്തണം. അത്യാവശ്യമുള്ള കാര്യമാണ്. സഞ്ചാരം എന്ന് വെച്ചാൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 5-നോ 6-നോ ഈ അടക്കം ചെയ്ത ഭാഗത്തുനിന്നും അസ്ഥിയൊക്കെ കൊണ്ടുവന്നിട്ട് ചെയ്യുന്ന ഒരു ചടങ്ങുണ്ട്. അതാണ് സഞ്ചാന്യം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അടുത്ത ചടങ്ങ് വരുന്ന 16-ൻ്റെതാണ്. മരിച്ച അന്ന് മുതൽ 16-ൻ്റെ അന്ന്. അത് തന്നെ നമ്മൾ പുലകുളി അടിയന്തരം എന്ന് പറയും. പുലകുളി അടിയന്തരം എന്ന് പറഞ്ഞാൽ അത് പുല എന്ന് വെച്ചാൽ നമുക്ക് മരണം കൊണ്ട് വന്നു പോയ തുടക്കമാണ്. അതിനെ കുളിച്ച് ആ തുടക്കം നമ്മൾ കളഞ്ഞാൽ പിന്നീട് ഒരിക്കലും നമ്മൾ ഈ ആത്മാവിനെ കുറിച്ച് നമ്മൾ വിഷമിക്കാൻ പാടില്ല. ആ ആത്മാവിനെ പൂർണ്ണമായും അതിൻ്റെ പിതൃലോകത്തിലേക്ക് പറഞ്ഞു വിടുന്നതിന് നമ്മളാരും ദുഃഖിക്കാൻ പാടില്ല. അത് ഒന്നാമത്തെ കാര്യമാണ്. അതുകൊണ്ടാണ് ഈ മൂന്നാമത്തെ വാക്ക് അടിയന്തരം എന്ന് പറയുന്നത്. പുല കുളി അടിയന്തരം. അപ്പം അടിയന്തരത്തിൻ്റെ അന്ന് നമ്മൾ അന്നും ചടങ്ങുണ്ട്. നമ്മൾ പോയിട്ട് ബലിയൊക്കെ ഇട്ട് ഈ അസ്ഥിയെല്ലാം കൊണ്ടുവന്ന് അന്ന് തന്നെ ഒഴുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചില ആൾക്കാർ 41 ദിവസം വരെയൊക്കെ വീട്ടിൽ വെച്ചൊക്കെ വിളക്ക് കത്തിക്കാറുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ആ കുറച്ച് അസ്ഥി കഷ്ണം വീട്ടിൽ വെച്ചതുകൊണ്ടൊന്നും കാര്യമില്ല. അത് കൃത്യമായ ചടങ്ങോടുകൂടി 16-ൻ്റെ അന്ന് അത് നമ്മൾ കടലിൽ കൊണ്ടുവന്ന് ഒഴിക്കിയാൽ അതാണ് പിതൃവിന് ഏറ്റവും തൃപ്തി എന്ന് പറയുന്നത്. മറ്റത് 41 ദിവസമൊക്കെ വെച്ച് വീട്ടിൽ കത്തിക്കാൻ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അത് പിതൃവിനെ ദോഷം ചെയ്യും. അന്ന് തന്നെ ഒഴുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒഴുക്കി കഴിഞ്ഞതിന് ശേഷം, അതായത് പുല കുളി അടിയന്തരം എല്ലാം ഒഴിക്കതിന് ശേഷം വീട്ടിൽ വന്നിട്ടാണ് പിന്നെ അടിയന്തരം. അടിയന്തരം എന്ന് വെച്ചാൽ എല്ലാവരും സന്തോഷമായിട്ട് ആഹാരമൊക്കെ വെച്ച് കഴിച്ച്, അന്ന് മിക്കവാറും ഈ കോഴിയിറച്ചിയൊക്കെ വെച്ച് കഴിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതൊന്നും നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. കാര്യം എല്ലാം ഈ മരിച്ചു പോയതിൻ്റെ സങ്കടം നമ്മൾ അതുകൊണ്ട് ഓർമ്മകൾ ഉണ്ടായിരിക്കണം, ഇല്ലയെന്ന് പറയരുത്. ഞാൻ ഈ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോയിലും പലരും പറഞ്ഞിട്ട് എങ്ങനെ നമുക്ക് മറക്കാൻ സാധിക്കും, നമുക്ക് എങ്ങനെ കരയാതിരിക്കാൻ സാധിക്കുന്നത്. മറക്കാൻ ആരും പറയുന്നില്ല. നമ്മളെ കുടുംബത്തെ ജീവിച്ചിരുന്ന പിതൃക്കളെ നമ്മൾ എന്നും ചിന്തിക്കണം. പക്ഷെ അതിനെക്കുറിച്ച് വിഷമിക്കരുത്. അവർ മരിച്ചു, അവർ രക്ഷപ്പെട്ടു പോയി എന്ന് ചിന്തിക്കുക. അപ്പോൾ ഈ 16-ന് ഇത് കഴിഞ്ഞ് ആഹാരമൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് പിരിയുന്നു. പിന്നീട് നമ്മൾ ഇവരെക്കുറിച്ച് ദുഃഖിക്കേണ്ട കാര്യമില്ല. എന്നാൽ ഈ മരിച്ച് 1 വർഷത്തിനുള്ളിൽ 13 പ്രാവശ്യം ഈ മരിച്ച നക്ഷത്രങ്ങൾ വരും. 1 വർഷത്തിനുള്ളിൽ 28 ദിവസം കൂടും ഒരു നക്ഷത്രം വരും. ഈ നക്ഷത്രത്തിൻ്റെ അന്ന് പോയി നമ്മൾ മാസബലി എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്.
ഈ ചടങ്ങുകളും, അതായത് ഒരു വർഷം കൊണ്ട് 13 ബലി നമ്മളുണ്ട്. 13ാമത്തെ ബലി എന്ന് പറഞ്ഞാൽ ഈ മരിച്ച അതേ മലയാള മാസം അതേ നക്ഷത്രത്തിലാണ് 13ാമത്തെ ബലി വരുന്നത്. അന്ന് നമ്മൾ പോയി വാർഷിക ബലി നടത്തണം. അപ്പോൾ ഇതിനകത്ത് വരുന്നൊരു കുഴപ്പം, എന്തുകൊണ്ട് പിതൃക്കൾക്ക് മോക്ഷം കിട്ടുന്നില്ല? ഈ 5-ന് 6-ന് നടത്തുന്ന സഞ്ചാനവും 16-ന് നടത്തുന്ന പുലകുളി അടിയന്തരവും നടത്തി ചിക്കനൊക്കെ കഴിച്ച് അത് അങ്ങ് പിരിയും. പിന്നീട് ആരെങ്കിലുമൊക്കെ പറയും ഇനി ഒന്നും ചെയ്യേണ്ട കാര്യം, ഇനി ഒരു വർഷം തികയുന്നതിൻ്റെ അന്ന് ചെയ്താൽ മതി എന്ന് പറയും. എത്ര അറിവുണ്ടെങ്കിലും ആൾക്കാർ പിന്നെ ഈ മാസബലി ഇടില്ല. കാരണം അതൊരു മെനക്കേട് പോലെ അവർക്ക് തോന്നുന്നു, ഒരു ബുദ്ധിമുട്ടായിട്ട് അവർക്ക് തോന്നുന്നു. പക്ഷെ അതുകൊണ്ട് നമുക്ക് വരുന്ന ബുദ്ധിമുട്ട് വളരെ വലുതാണ്. അപ്പോൾ ഇതൊന്നും ചെയ്യാതെ ഒരു വർഷം തികയുന്നതിൻ്റെ അന്ന് എല്ലാവരും ഒന്നിച്ചു കൂടും. ഇപ്പോഴും ഞാൻ പറഞ്ഞ എല്ലാവരെയും ഞാൻ പറയുന്നതല്ല, ഞാൻ പങ്കെടുക്കാറുണ്ട് ചില ചടങ്ങിനൊക്കെ. പോകുമ്പോഴത്തേക്ക് ഈ ഒരു വർഷം കൊണ്ട് മറ്റുള്ളവർക്കുണ്ടായ വികസനങ്ങൾ, കാറ്, വസ്തുക്കൾ, ബാങ്ക് ബാലൻസ്, സ്വർണ്ണാഭരണം, മക്കളുടെ പഠിത്തം, മക്കളുടെ തൊഴിൽ, ഇതിനെപ്പറ്റിയൊക്കെ വീമ്പ് പറയാൻ ഒരു വേദി, പിന്നെ മദ്യപിക്കാൻ ഇതിനോടൊപ്പം തന്നെ മറ്റൊരു വേദി, സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കാൻ അത് മറ്റൊരു സംവിധാനം, ഇതൊക്കെ ആവശ്യം തന്നെയാണ്. ഇതിലൊന്നും ശ്രദ്ധിക്കപ്പെടാതെ ഈ ഒരു വർഷത്തിന് മുമ്പ് മരിച്ചുപോയ ആളിൻ്റെ ഫോട്ടോയിൽ ഒരു മഞ്ഞ ഹാരമൊക്കെ ഇട്ട് എവിടെയെങ്കിലും ഒരിടത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അദ്ദേഹത്തിനെ കുറിച്ചോ അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയത് നന്മകളെ കുറിച്ചൊന്നും പറയുന്നില്ല, അതിന് പരാതിയില്ല. പക്ഷേ ഈ വരുന്ന ദിവസം ഇവർ സന്തോഷമായി തന്നെ കഴിഞ്ഞു പോട്ടെ, എല്ലാവരും കൂടി സന്തോഷമായിട്ട് നിൽക്കട്ടെ. പക്ഷേ എന്തിനാണ് ഈ മാസബലി എന്ന് പറഞ്ഞ മാസബലി നമ്മളാരും കണ്ടുപിടിച്ചതല്ല. നമ്മൾ ഹിന്ദു ആചാരപ്രകാരം ഗരുഡ പുരാണത്തിൽ കൂടിയാണ് ഈ അതിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യുന്നത്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് സഞ്ചാനവും പുലകുളി അടിയന്തരവും അതുപോലെ തന്നെ മാസബലിയും 13ാമത്തെ മാസബലി വാർഷിക ബലിയായിട്ട് ഇട്ട് കൊടുക്കണം. അതായത് ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ മരണപ്പെട്ടു പോയ ഒരാളിൻ്റെ ആത്മാവ് പിതൃവായി മാറുകയുള്ളൂ. ഇതിൽ ഒരു മാസമെങ്കിലും മുടക്കം വന്ന് അതിന് കൃത്യമായി പരിഹാരം ചെയ്തില്ലെങ്കിൽ ഒരു കാരണവശാലും ആ ആത്മാവ് പിതൃവായി മാറുകയില്ല. അത് പ്രേതാത്മാവായി അലഞ്ഞു തിരിഞ്ഞ് നടക്കും. അത് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏതൊരു മനുഷ്യനും ദോഷം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ ഒരാൾ ജനിച്ചു, നമുക്കൊരു മകൻ ജനിച്ചു, അവനെ വളർത്തി വലുതാക്കി കല്യാണം കഴിപ്പിച്ച് ഒരു ജോലി സമ്പാദിപ്പിച്ച് കൊടുക്കുന്നത് വരെ നമുക്ക് ഉത്തരവാദിത്വമാണ്. അതിനുവേണ്ടി നമ്മൾ അധ്വാനിച്ചേ പറ്റൂ, കഷ്ടപ്പെട്ടേ പറ്റൂ. പക്ഷെ ഒരാൾ മരിച്ചു പോയാൽ ഈ ഒരു വർഷത്തിനുള്ളിൽ വരുന്ന 13 ദിവസം കർമ്മങ്ങൾ മാത്രം ചെയ്താൽ മതി. അതുകൊണ്ട് ആ ആത്മാവ് മോക്ഷപ്രാപ്തി പ്രാപിച്ചു പോവുകയും അതുവഴി നമുക്ക് ഒരുപാട് ഭാഗ്യങ്ങൾ കിട്ടുകയും ചെയ്യും. ഇത് ഞാൻ ഒരുപാട് വീഡിയോ അവതരിപ്പിച്ചിട്ടുണ്ട്, എന്നാലും പലരും അത് ചെയ്യാറില്ല. അവർക്കെന്തോ ഒരു മടി പോലെയാണ്. ഈ 13 മാസവും പോയി, അല്ല 13 എണ്ണം പോയി 12 മാസം കൊണ്ട് 13 ബലി ചെയ്യുന്നത് ഒരു ബുദ്ധിമുട്ട് പോലെയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ നമുക്ക് ദോഷം വരും. ഒരു ഉദാഹരണം ഞാൻ പറയാം, ഞാൻ പോയി പരിഹരിച്ചിട്ടുള്ളതാണ്. വിദേശത്ത് ജീവിക്കുന്ന ഒരു മക്കൾ, ഇവിടെ അച്ഛൻ മരിച്ചു, അവർ നാട്ടിൽ വന്നിട്ട് ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് ഉടനെ തിരിച്ച് വിദേശത്ത് പോകണം. ജോലിയാണ്, നമുക്ക് അതിന് ഒന്നും പറയാൻ പറ്റില്ല. അപ്പോഴത്തേക്കും ആരോ പറഞ്ഞു ഇങ്ങനെ ബലി ഇട്ട് കൊടുക്കണം. അപ്പോൾ എനിക്ക് പറ്റില്ല, ഞങ്ങൾക്ക് ആർക്കും പറ്റില്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും തിരിച്ചു പോയേ പറ്റുള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ പറഞ്ഞു കൊടുത്ത ആൾ പറഞ്ഞു, നിങ്ങളുടെ നാട്ടിൽ ഇവിടെ ആരെയെങ്കിലും, നിങ്ങളുടെ ബന്ധുക്കളെയോ ആരെങ്കിലും നിങ്ങളൊന്ന് ഏർപ്പെടുത്തിയിട്ട് പോകൂ. കാര്യം ഇതാരെങ്കിലും ചെയ്താൽ മതി. അപ്പം മക്കൾക്ക് ചെയ്യേണ്ടതാണ്. പക്ഷെ മക്കൾക്ക് ചെയ്യാനുള്ള അവസരം ഇല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ചെയ്താൽ മതി. ഒരു വർഷമൊന്നും വിദേശത്തെ ജോലികൾ ഞാനും ഇവിടെ നിൽക്കണ്ട. പക്ഷേ ഇവരുടെ ഉത്തരവാദിത്വത്തിൽ ഇവരാരെങ്കിലും ഒന്ന് ഏൽപ്പിച്ചാൽ മതി. പക്ഷെ അവരതിനും തയ്യാറായില്ല. അവർ പരസ്പരം അനിയന്മാർ ചേട്ടന്മാർ തമ്മിലൊരു ഇതായിട്ട് അവസാനം അതൊന്നും വേണ്ട. അപ്പോൾ മറ്റാരോ പറഞ്ഞ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾ വന്നിട്ട് ഇത് ചെയ്തു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അവരെല്ലാവരും ആരെയും ഏൽപ്പിക്കാതെ ഈ 16ന്റെ ചടങ്ങ് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ അവരെല്ലാവരും ഇവിടെ നിന്ന് ഫ്ലൈറ്റ് കയറി പോവുകയും ചെയ്തു. ഇതിൽ മൂത്തയാൾ. അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം വരുന്നത്, മൂത്ത മകൻ ജീവിച്ചിരിക്കുകയാണ്. ഒരു അച്ഛനും അമ്മയും മരിച്ചുപോയ മൂത്ത മകൻ ജീവിച്ചിരിക്കുക, അയാളാണ് ഈ കർമ്മം ചെയ്യാൻ യോഗ്യൻ, അല്ലെങ്കിൽ അയാളാണ് ചെയ്യേണ്ടത്. അയാൾക്ക് പറ്റിയില്ലെങ്കിൽ അയാൾ മറ്റൊരാളെ ചുമതലപ്പെടുത്തണം. ഈ മൂത്തയാൾ തിരിച്ച് വിദേശത്ത് പോയി കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നപ്പോഴേ അയാളെ ജോലി നഷ്ടപ്പെട്ടു. നല്ല ഒരു പോസ്റ്റിലിരിക്കുകയായിരുന്നു, തൊഴിൽ നഷ്ടപ്പെട്ടു, രക്ഷയിൽ അവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യമായി. ഭാര്യക്കെട്ടി നേരെ നാട്ടിൽ വന്നു. നാട്ടിൽ വന്നതിൻ്റെ 3ന്റെ അന്ന് ഒരു വാഹന അപകടമുണ്ടായി. ഒരു കാലം മൊത്തം സ്റ്റീലിടേണ്ടി വന്നു. അങ്ങനെയാണ് ഇവർ എന്നെ വിളിച്ചത്. ഞാൻ അവിടെ ചെന്നു.
ഇതാണെന്ന് കണ്ടുപിടിക്കുക. പിന്നെ അതിനുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ ഈ 13 ബലി ഒരാൾക്ക് ഇടുന്നതിന് ഒരു 1000 രൂപ വെച്ച് കൂട്ടിയാൽ ഒരു 13,000 അല്ലെങ്കിൽ എല്ലാം കൂടി ഒരു 15,000 രൂപ ചിലവാണ് വരുന്നത്. അതുകൊണ്ട് ഉണ്ടാകുന്നത് ഇതിൻ്റെ 1000 ഇരട്ടിയായിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇത് ചിലവാക്കാതെ അവർ നിസ്സാരമായി കളഞ്ഞിട്ട് പോയതുകൊണ്ട് എനിക്ക് തന്നെ ലക്ഷങ്ങൾ തരേണ്ടി വന്നു ആ പൂജ പരിഹരിക്കാനായിട്ട്. അദ്ദേഹത്തിന് തൊഴിൽ നഷ്ടപ്പെട്ടു. ജീവിതകാലം മൊത്തം പിന്നെ ഈ മുണ്ടിയും ഒരടുമായിട്ട് നടക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഇതൊരനുഭവം. അതുപോലെ സമാനമായിട്ട് വേറൊരു സംഭവം ഉണ്ട്. ഇതുപോലെ തന്നെയാണ്. പ്രത്യേകിച്ചും ഇത് കൂടുതൽ ഈ പിതൃദോഷം കൂടുതലായിട്ട് വരുന്നത്, ഈ അപകടങ്ങൾ വരുന്നത് ആൺകുട്ടികളാണ്. അച്ഛന്മാർ മരിച്ചുപോയ ആൺകുട്ടികളാണ് ചെയ്തു കൊടുക്കുക. ആൺകുട്ടികൾ ഇല്ലെങ്കിൽ മാത്രമാണ് പെൺകുട്ടികൾ. അപ്പോൾ മിക്ക ആൺകുട്ടികൾ അങ്ങനെ ചെയ്യാറില്ല. ഇത് വേറൊരു സ്ഥലത്ത് സംഭവിച്ചതാണ്. അതിന് ഞാൻ പോയി പരിഹരിച്ചു കൊടുത്തതാണ്. അതേ കണക്ക് അച്ഛൻ മരിച്ചിട്ട് ഒരേ ഒരു മകനേ ഉള്ളൂ. അവൻ നാട്ടിൽ തന്നെ ഉണ്ട്. ഇവിടെ ഗവൺമെൻറ് ജോലിയൊക്കെയാണ്. അവൻ ഒന്നും ചെയ്തില്ല. അവന് താല്പര്യമില്ല. അവനതിൽ വിശ്വാസമില്ല. വിശ്വാസം ഉള്ളവനായിരുന്നു. കല്യാണം കഴിച്ചു പോയപ്പോൾ അവൻ്റെ ഭാര്യയുടെ വീട്ടുകാർ പറഞ്ഞു ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതൊക്കെ വെറുതെയാണ്, 1 വർഷം കഴിയുമ്പോൾ നമുക്കത് അടിച്ചു പൊളിച്ച് ചെയ്താൽ മതി, അതുവരെ ഒന്നും ചെയ്യണ്ട. അഥവാ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അതിന് മുന്നേ നമ്മൾ, അതായത് 1 വർഷത്തെ ചടങ്ങ് ചെയ്യുന്നതിന് മുന്നേ നമ്മളൊരു ജ്യോതിഷിയെ കണ്ടിട്ട് അതിനുള്ള പരിഹാരം കൊണ്ട് ചേർത്ത് 1 വർഷം ചെയ്തു കൊടുത്താൽ മതി. അതായത് ഈ 13 മാസം ഇട്ട് കൊടുക്കേണ്ട ബലിയെല്ലാം കൂടി ഒന്നിച്ച് ഈ 13ാമത്തെ മാസം ഇട്ട് കൊടുത്താൽ മതി, ഒരു കുഴപ്പവും വരില്ല എന്ന് പറഞ്ഞു. അതനുസരിച്ച് ഈ മരുമോൻ കൂടെ നിന്നു. സ്വന്തം അച്ഛൻ്റെ കാര്യമാണ്, അയാൾ ചെയ്തില്ല. ചെയ്യാതെ ഇരുന്നിട്ട് അവസാനം ഇങ്ങേർക്ക് എന്ത് പറ്റും? അവസാനമൊന്നും പോയില്ല. ആദ്യത്തെ ബലി ഇട്ട് കൊടുക്കേണ്ട നാൾ കഴിഞ്ഞു, ഇട്ട് കൊടുത്തില്ല. അന്ന് അയാളുടെ ഭാര്യയ്ക്ക് എന്തോ നല്ലൊരു മുറിവ് കയ്യിൽ പറ്റി. 2ാമത്തെ ബലി ഇട്ട് കൊടുക്കേണ്ട സമയം അതേ ദിവസം തന്നെ സ്കൂളിൽ അദ്ദേഹത്തിൻ്റെ മകൻ മുട്ടിടിച്ച് വീണു. മുട്ടിൻ്റെ ചിരട്ടയും പറട്ടയെല്ലാം കൂടെ ഇളകിപ്പോയി. അത്ര ഒരു അവസ്ഥയിലേക്ക് വന്നു. എന്നിട്ട് ഇയാൾ പഠിച്ചില്ല. 3ാമത്തെ ബലിയിടുന്ന അതേ നാളിൽ ഇങ്ങേർക്ക് പറ്റിയത്, പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരു ടിപ്പർ ഇടിച്ചു. ഇങ്ങനെ ബൈക്കിൽ പോകുമായിരുന്നു, ടിപ്പർ ഇടിച്ചു. വന്ന് ഹോസ്പിറ്റലിൽ കിടന്നു, വീട്ടിൽ കൊണ്ടുവന്നു. ഒരുവിധമൊക്കെ ഭേദമായി വന്നതേ ഉള്ളൂ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ഡിപ്രഷൻ കൂടി. അവസാനം ശരിക്കും പറഞ്ഞാൽ മെൻ്റൽ ചികിത്സ വരെ അദ്ദേഹത്തിന് എടുക്കേണ്ടി വന്നു. കുറവില്ലാത്തതിനാലാണ് പിന്നെ ഞാൻ പോയതും പരിഹരിച്ചതും. അത് പിന്നെ പരിഹരിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ പിതൃദോഷം, അതായത് നമ്മൾ പിതൃക്കൾക്ക്, നമ്മുടെ കുടുംബത്തിൽ മരിക്കുന്ന നമ്മുടെ പിതൃക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട കർമ്മങ്ങൾ, അത് വലിയ കാര്യമൊന്നുമില്ല, വളരെ നിസ്സാരമാണ്. 28 ദിവസം കൂടുമ്പോൾ 1 ദിവസം പോയി ചെയ്യുന്ന വളരെ പക്ഷെ നമ്മൾ അതിനൊന്ന് തയ്യാറാകണം എന്നുള്ളതാണ്. അത് തയ്യാറാകാതിരുന്നാൽ തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്ന പണി മുട്ടം പണിയായിരിക്കും. അതിന് ഒരു സംശയവും വേണ്ട. പിന്നെ ലക്ഷങ്ങൾ ചിലവാക്കണം. അതിനിടയ്ക്ക് വരുന്ന ദുരിതം ഒരു വിധത്തിലുള്ള പല വിധത്തിലാണ് ദുരിതങ്ങൾ വരുന്നത്. ഇതെല്ലാം നമ്മൾ അനുഭവിച്ച് തീർക്കേണ്ടി വരും. അപ്പം ഇന്നത്തെ ചോദ്യം, പിതൃദോഷം എങ്ങനെ വരുന്നു, അതുകൊണ്ടുള്ള കുഴപ്പങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ്. കുഴപ്പങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കേണ്ട, പിതൃദോഷം വന്നുപോയി എന്തൊക്കെ കുഴപ്പങ്ങൾ നമുക്ക് വരില്ല എന്ന് നമ്മൾ അന്വേഷിക്കുന്നതായിരിക്കും എളുപ്പം. കാര്യം അതാണ് കുറവ്. ബാക്കിയെന്ന് പറഞ്ഞാൽ സർവനാശമാണ് സംഭവിക്കുന്നത്. മുല്ലപ്പെരിയാർ പൊട്ടി വന്നാൽ പോലും ചിലപ്പോൾ ഇത്രയും പ്രശ്നം നമുക്ക് ഒരു വ്യക്തിക്ക് ഉണ്ടാകില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്രയേറെ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ നമ്മളെല്ലാം തീർന്നു. പക്ഷെ ഇതെല്ലാം നരകിക്കും. ഒരുപാട് പേരെ എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും മരണം എന്ന് പറഞ്ഞാൽ അനിവാര്യമാണ്, അത് ആർക്കും തടുക്കാൻ പറ്റില്ല. അത് വന്നുപോയാൽ മരിച്ച അന്ന് മുതൽ 1 വർഷം വരെ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ചെറിയ ചടങ്ങുകൾ അത് ചെയ്തു കൊടുത്താൽ നമുക്ക് ദോഷത്തെക്കാൾ ഏറെ ഗുണങ്ങൾ, നമ്മൾ പോലും അറിയാതെ പിതൃക്കൾ നമുക്ക് തരുന്ന ഭാഗ്യം, അതിനെക്കുറിച്ച് നമുക്ക് വർണ്ണിക്കാനേ സാധിക്കില്ല, വിവരിക്കാനേ സാധിക്കില്ല എന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ട്. ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. 1-2 ചെറിയ കാര്യങ്ങളുണ്ടാകും, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ കാര്യത്തിന് മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ പ്രേതബാധ ദോഷങ്ങളോ അങ്ങനെയുള്ള എന്തെങ്കിലും ദോഷങ്ങളുണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ നേരിട്ട്, അല്ലെങ്കിൽ ഞങ്ങളപ്പോൾ ഉള്ളവർ നേരിട്ട് ആ ഭൂമിയിൽ വന്ന് കണ്ട് പരിശോധിക്കുന്നതായിരിക്കും ഉത്തമം. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ വരാതിരിക്കട്ടെ. വന്നാൽ വലിയ സർവ്വദുരിതമാണ്, വരാതിരിക്കട്ടെ. അഥവാ വന്നു പോയാൽ ഞാൻ വന്ന് പരിശോധിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ ഈ നമ്പർ വിളിച്ചോളൂ. അതിന് ഏത് ജില്ലയിലാണ്, മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിൽ സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗങ്ങളും ഞാൻ ചെയ്തു തരാം. നിങ്ങൾക്ക് ജ്യോതിഷം ഓൺലൈൻ വഴിയല്ല നേരിട്ട് വന്നാൽ അറിയാൻ സാധിക്കും.
അതിന് നിങ്ങൾ വരേണ്ടത് തിരുവനന്തപുരത്താണ്. അങ്ങനെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. എല്ലാ ദിവസവും രാവിലെ 10 മണിക്ക് ശേഷം വൈകുന്നേരം 5:30 മണിക്കുള്ളിൽ നിങ്ങൾക്ക് ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണാം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ട എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.